നമസ്കാരം. ഇന്ത്യ ഓസ്ട്രേലിയ മൂന്നാം ടെസ്റ്റ് ഗാബയിൽ നടക്കാനിരിക്കവേ ഇന്ത്യയുടെ ചങ്കിടിപ്പേറ്റുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറ മത്സരത്തിന് ഉണ്ടാകില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. രണ്ടാം ടെസ്റ്റിനിടെ ബുംറയ്ക്ക് കാലിന് പരിക്കേറ്റിരുന്നു. ഗുരുതരമല്ലാത്തതിനാൽ തന്നെ അദ്ദേഹം കളി തുടരുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ പരിക്ക് പണി കൊടുത്തിരിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. മൂന്നാം ടെസ്റ്റിന് മുന്നോടിയായുള്ള പരിശീലന സെഷനിൽ ബുംറ ഇറങ്ങിയിട്ടില്ല. ബുംറയ്ക്ക് കളിക്കാൻ സാധിക്കാതെ പോയാൽ ഇന്ത്യയുടെ ബോളിംഗ് നിര തീർത്തും ദുർബലമാകും. ആദ്യ മത്സരത്തിൽ ഇന്ത്യ ജയിച്ചതിൽ നിർണായകമായത് ബുംറയുടെ ബോളിംഗ് മികവാണ്. രണ്ടാം മത്സരത്തിൽ ബുംറയുടെ ബോളിംഗ് കൂടി ഇല്ലായിരുന്നുവെങ്കിൽ ഇതിലും വലിയ നാണക്കേട് ഇന്ത്യക്ക് നേരിടേണ്ടതായി വരുമായിരുന്നു. എന്തായാലും ബുംറയുടെ പരിക്ക് ഇന്ത്യക്ക് വലിയൊരു ആശങ്ക തന്നെയാണ് തീർത്തിരിക്കുന്നത്. ബുംറയുടെ ഉത്തമ പകരക്കാരനായി ആരുമില്ലാത്തതിനാൽ തന്നെ ഇന്ത്യക്ക് കാര്യങ്ങൾ കടുപ്പമാകും. ബുംറയ്ക്ക് കളിക്കാൻ സാധിക്കാതെ വന്നാൽ ഇന്ത്യക്ക് ആകാശ് ദീപിനെ പരിഗണിക്കാതെ മറ്റ് വഴികളൊന്നുമില്ല. ഇന്ത്യ ആദ്യ 2 മത്സരത്തിലും ആകാശ് ദീപിനെ കളിപ്പിച്ചിട്ടില്ല. എന്നാൽ ബുംറയ്ക്ക് വിശ്രമം നൽകേണ്ടത് അനിവാര്യമായി വന്നാൽ പകരം ആകാശ് ദീപിനെ കളിപ്പിക്കുമെന്ന് ഉറപ്പാണ്. പ്രസിദ്ധ് കൃഷ്ണയേക്കാൾ ഇന്ത്യ ആകാശ് ദീപിനാകും മുൻതൂക്കം നൽകുക. സ്വിംഗ് പേസറായ ആകാശിന് ഓസീസിൽ മികവ് കാട്ടാൻ സാധിക്കുമോ എന്നതും കണ്ടറിയേണ്ട കാര്യമാണ്. ഇന്ത്യ ഇതിനോടകം തന്നെ മുഹമ്മദ് ഷമിയെ നേരത്തെ തന്നെ തിരിച്ചു വിളിക്കേണ്ടിയിരുന്നു. എന്നാൽ അതും ഉണ്ടായിട്ടില്ല. ഷമി സയ്യിദ് മുസ്താഖ് അലി ട്രോഫി കളിക്കുകയാണ്. ബുംറയ്ക്ക് വിശ്രമം വേണ്ടി വന്നാൽ സീനിയർ പേസർമാരില്ലാതെ ഇന്ത്യക്ക് കളിക്കേണ്ടി വരും. അങ്ങനെ വന്നാൽ അത് കൂടുതൽ വലിയ തിരിച്ചടിയായി മാറാനാണ് സാധ്യത കൂടുതൽ. ഗാബാട്ട് ഓസീസിന് വ്യക്തമായ ആധിപത്യമുള്ളൊരു മൈതാനമാണ്. ഇവിടെ ഇന്ത്യയുടെ പേസ് കരുത്ത് മോശമായാൽ ഓസീസ് അത് മുതലാക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഇനിയുള്ള 3 മത്സരങ്ങളും ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ കളിക്കാൻ ഇന്ത്യക്ക് ഇനിയുള്ള 3 മത്സരങ്ങളും ജയിക്കേണ്ടതായുണ്ട്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ അത് എളുപ്പമാകില്ല. ഇന്ത്യയുടെ ബാറ്റിംഗ് നിര കൂടുതൽ മികവ് കാട്ടേണ്ടിയിരിക്കുന്നു. ആരെയും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. യശസ്വി ജയ്സ്വാൾ പോസിറ്റീവായി കളിക്കുമ്പോഴും വലിയ സ്കോർ നേടിയെടുക്കാൻ സാധിക്കാതെ പോവുകയാണ്. ശുഭ്മാൻ ഗില്ല് ഇതിനോടകം ഓസീസിൽ കളിച്ച് പരിചയസമ്പത്തുള്ള താരമാണ്. ഇതിനൊത്ത പ്രകടനം ഗില്ല് കാഴ്ചവെക്കേണ്ടതായുണ്ട്. എന്നാൽ ഗില്ലിനത് സാധിക്കുന്നില്ല. ഇന്ത്യയുടെ സൂപ്പർ താരങ്ങൾക്ക് ഫോം കണ്ടെത്താനാകാത്തതും ഇന്ത്യയെ പിന്നോട്ടടിക്കുന്ന കാര്യമാണ്. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും മുന്നിൽ നിന്ന് നയിക്കേണ്ടവരാണ്. എന്നാൽ നിലവിലെ ഫോമിൽ ഇവർക്ക് ഇത്തരത്തിൽ ടീമിനെ മുന്നിൽ നിന്ന് നയിക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് വസ്തുത. ആദ്യ മത്സരം കളിക്കാതിരുന്ന രോഹിത് ശർമ്മ രണ്ടാം മത്സരത്തിൽ KL രാഹുലിനായി ഓപ്പണർ സ്ഥാനം വിട്ടുകൊടുത്തിരുന്നു. എന്നാൽ മധ്യനിരയിൽ കളിച്ച രോഹിത് നിരാശപ്പെടുത്തുകയാണ് ചെയ്തത്. ഈ ഒരു സാഹചര്യത്തിൽ രോഹിത് ഓപ്പണിംഗിലേക്ക് തിരിച്ചെത്തും. മൂന്നാം മത്സരത്തിൽ ജയ്സ്വാളും രോഹിത്തും ചേർന്നാകും ഓപ്പൺ ചെയ്യുക. ഇവർ നൽകുന്ന തുടക്കം ഇന്ത്യക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവർക്ക് നല്ല തുടക്കം നൽകാനായാൽ പിന്നാലെ എത്തുന്നവർക്ക് അത് മുതലാക്കാനും സാധിക്കും. അതുകൊണ്ട് തന്നെ രോഹിത്തിന്റെ പ്രകടനവും ഗാബയിൽ നിർണായകമാണ്. ഓസ്ട്രേലിയ ഋഷഭ് പന്തിന് പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ സാധിക്കുന്നില്ല. ഗാബയിൽ വീണ്ടും ഹീറോയായാൽ ഋഷഭ് ഹീറോയാകും എന്നതാണ് കണ്ടറിയേണ്ടത്. എന്തായാലും ബുംറയെ സംബന്ധിച്ചുള്ള ഒരു ആശങ്കയാണ് ഇപ്പോൾ ഇന്ത്യൻ ടീമിനുള്ളത്. ബുംറ ഇല്ലെങ്കിൽ പിന്നെ കാര്യങ്ങൾ കൂടുതൽ കടുപ്പത്തിലാകുമെന്ന് 100% ഉറപ്പുള്ള കാര്യമാണ്.